സാറേ, ഒരു നടുക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അത് അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതാണ്. മതപരിവർത്തനമാണ് അതിൻ്റെ ഒരു അജണ്ട, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റ് എന്ന് കേൾക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് പറയാമോ? ഞാൻ ആ വീഡിയോയെ പറ്റിയും പറയാം, അതിൻ്റെ പിന്നിലെ കഥയും പറയാം. ഇത് നാഗ്പൂരിൽ നിന്നുള്ളൊരു വീഡിയോ ആണ്. ഒരു എയർഫോഴ്സ് ഓഫീസറുടെ 24 വയസ്സുള്ള ഭാര്യ, ആ ഭാര്യയെ ഒരു മുൻ സഹപാഠി പിടിച്ചു വലിക്കാനും പിന്നെ കലിമ ചൊല്ലി ഈ മതം മാറ്റാനും ഒക്കെ ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിന്ന് എന്നെ വെറുതെ വിട്ടയക്കൂ എന്ന് പറഞ്ഞിട്ട് അവരെ അപേക്ഷിക്കുന്ന ഒരു വീഡിയോയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. അപ്പോൾ ചോടോ മുझे എന്ന് പറഞ്ഞിട്ട് അവർ നിലവിളിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഈ മുൻ സഹപാഠിയൊക്കെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിർബന്ധിത മതപരിവർത്തന ശ്രമം, ബലാത്സംഗം, പിന്നെ വീഡിയോകളൊക്കെ ചിത്രീകരിച്ചിട്ടേ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് 3 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തത്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. മുൻ സഹപാഠി ഇവരുടേത് ആയാസ് താജ് മധാരെ, 26 വയസ്സാണ്. അപ്പോൾ ഇവർ റിയൽ എസ്റ്റേറ്റ് കച്ചവടമൊക്കെ നടത്തുന്നുണ്ട് യുവതി. അപ്പോൾ ഒരു പ്ലോട്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ പഠിച്ചു തീർന്ന ശേഷം ഈ യുവതിയുമായിട്ട് വീണ്ടും ബന്ധപ്പെടുന്നത് എന്നാണ് അവരുടെ പരാതിയിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ബലമായി ഇവരുടെ കയ്യിൽ പിടിക്കുമ്പോൾ ഇവർ കൊതറുകയാണല്ലോ. എന്നിട്ട് മതവചനങ്ങൾ ഇയാൾ ഉരുവിടുന്നതായിട്ട് പറയുന്നുണ്ട്. അത് കലിമ അതെ ആയിരുന്നിരിക്കണം. അപ്പോൾ അവൾ കുതിർന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നീ ഇപ്പോൾ മതം മാറിക്കഴിഞ്ഞു, ഇസ്ലാമിൽ ചേർന്നു എന്ന് ഇയാൾ പ്രഖ്യാപിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. അപ്പോൾ ഈ ഡ്രഗ് ചെയ്തിരുന്നു എന്ന് ഇവരെ വിളിച്ചു വരുത്തിയിട്ട് ജ്യൂസിൽ മയക്കുമരുന്നൊക്കെ കലക്കി ബോധം കെടുത്തിയിട്ടാണ് ആദ്യം ഇയാൾ ബലാത്സംഗം ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ദൃശ്യം വെച്ചിട്ട് വീണ്ടും ഇത് ചില ഘട്ടങ്ങളിൽ തുടർന്നു. ബ്ലാക്ക് മെയിൽ ചെയ്തു, ലക്ഷങ്ങൾ പിടിച്ചു പറിച്ചു, പിന്നെ മതം മാറാൻ നിർബന്ധിച്ചു. അപ്പോൾ ഈ മധാരയ്ക്ക് പുറമെ അമീൻ ഷെയ്ഖ്, 30 വയസ്സുള്ള അമീൻ ഷെയ്ഖിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മധ്യപ്രദേശ് താമിയയിലുള്ള ഹസ്രത്ത് മൗലാന എന്ന് പറഞ്ഞൊരാളെ തിരയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഹസ്രത്ത് മൗലാന എന്ന് പറഞ്ഞൊരു കഥാപാത്രം കൂടി വരുന്നുണ്ട്. അവരും ഒക്കെ ഈ മതം മാറ്റത്തിന് വേണ്ടി, വേണമെങ്കിൽ ഒരു മതം മാറ്റ ഗാങ് ഉണ്ട് എന്ന് നമുക്ക് കരുതാം. അപ്പോൾ വേറൊരു നഗരത്തിലായിരുന്നു ഈ എയർഫോഴ്സ് ഓഫീസർ ജോലി ചെയ്യുന്നത്, നാഗ്പൂരിലല്ല. അപ്പോൾ 2025 ഫെബ്രുവരിയിലാണ് ഈ മുൻ സഹപാഠി ആയാസ് ഇവരെ വിളിക്കുന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത്. സ്ഥലം വാങ്ങാൻ എന്നുള്ള വ്യാജേനയാണ് വിളിച്ചത്. വാർധ റോഡിലെ ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു അയാൾ. അത് കഴിഞ്ഞ് ബോധം കെടുന്ന എന്തോ ഒരു വസ്തു കലക്കിയ ജ്യൂസ് കൊടുത്തു, അബോധാവസ്ഥയിൽ റേപ്പ് ചെയ്തു. എന്നിട്ട് വീഡിയോസും ചിത്രങ്ങളും ഒക്കെ എടുത്തു. അത് വെച്ചിട്ടാണ് ബ്ലാക്ക് മെയിൽ ചെയ്തത്. 3.09 ലാക്സ്, 0.9 ലക്ഷം പിടുങ്ങി. അപ്പോൾ ഇസ്ലാമിൽ ചേരാൻ പിന്നെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ പല ആചാരങ്ങളും ഒക്കെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരുന്നു. മെയ് 31-ാം തീയതി നാഗ്പൂരിലെ കലമേശ്വറിൽ കൊണ്ടുപോയി ഒരു വിജയന സ്ഥലത്ത്. അവിടെ അമീൻ ഷെയ്ഖും മൗലാനയും പരിചയപ്പെടുത്തി, ആ 2 പേരെ. എന്നിട്ട് മതപരമായ ചില പ്രവൃത്തികളൊക്കെ അവർ ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു മതം മാറ്റം നടന്നു. അത് കഴിഞ്ഞും പീഡന ശ്രമം ഉണ്ടായി എന്നാണ് പരാതിയിൽ പറയുന്നത്. 3 ദിവസം മുമ്പ് ഭർത്താവ് മടങ്ങി വന്നു. അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു സംഭവിച്ച കാര്യങ്ങൾ. അങ്ങനെ സോണിഗാർ പോലീസ് സ്റ്റേഷനിൽ പരാതി സമർപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ബലാത്സംഗം, പിടിച്ചുപറി, ബലം പ്രയോഗിച്ചുള്ള മതം മാറ്റം, ആ വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടുണ്ട്. പിന്നെ മഹാരാഷ്ട്രയിൽ ഈ മന്ത്രവാദ നിയമമൊക്കെ ഉണ്ട്. ഈവിൾ ആൻഡ് അഗോറി പ്രാക്ടീസസ് ബ്ലാക്ക് മാജിക് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ആക്റ്റും ഒക്കെ ചുമത്തിയിട്ടുണ്ട് ഈ കേസിൽ. അപ്പോൾ ഇതേപ്പറ്റി വീഡിയോ നടക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ഗാങ് ആണ് ഇതിൻ്റെ പിന്നിൽ എന്ന് തോന്നുന്നുണ്ടോ മാഷിന് കേട്ടെടുത്തോളം? തീർച്ചയായിട്ടും. ഇത് എന്തായാലും ഇത് ഒന്നാമത്തെ കാര്യം, ഇത്
പ്രൈമ ഫേസിയ ശരിക്കും പറഞ്ഞാൽ ഇത് ക്രിമിനൽ ഗാങ് ആണല്ലോ. ഇവർക്ക് ഒന്ന് ബിസിനസ് ഇടപാടുകളുണ്ട്, പണം പറ്റിക്കുന്ന ഇടപാടുണ്ട്, ബലാത്സംഗമുണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരു ക്രൈമാണ് ഇവർക്ക് ഈ മതം മാറ്റം. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതൊക്കെ ചെയ്യുന്ന ഒരു മാഫിയ, ഇതൊക്കെ ചെയ്യുന്ന മാഫിയക്ക് ഏത് മതവുമായിട്ടാണ് ബന്ധം ഉണ്ടാവുക? ആ മതത്തിലേക്ക്, ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് ഇമാതിരി ക്രിമിനലുകൾ ഈ മാതിരി പാവം പെൺകുട്ടികളെ ഉപദ്രവിച്ചിട്ടും ബലം പ്രയോഗിച്ചൊക്കെ ചെയ്തിട്ട്, ഒന്ന് അവരെ സമ്മതമില്ലാതെ ബലാത്കാരം ചെയ്യുന്നു, വേറൊന്ന് അവരുടെ പണം പറ്റിക്കുന്നു. ഇങ്ങനെയുള്ള പറ്റിക്കുന്ന ക്രിമിനൽ സംഘം ചെയ്യുന്ന ഒരു ഏർപ്പാടായി മതപരിവർത്തനവും മാറിക്കഴിഞ്ഞാൽ, മതം മാറ്റിക്കഴിഞ്ഞാൽ ആ മതത്തിന് പിന്നെ എന്ത് വിലയുണ്ടാവും? ഇവൻ കൊണ്ടുചെല്ലുന്ന ഇവനെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ ഈ പാവങ്ങളായ പെൺകുട്ടികളെയൊക്കെ സ്വാധീനിച്ചും നിർബന്ധിച്ചും പീഡിപ്പിച്ചും ഉപദ്രവിച്ചിട്ടുമൊക്കെ പടച്ചോൻ്റെ മതത്തിലേക്ക് ആളെ കൂട്ടി കൊടുക്കുന്ന ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവനൊക്കെ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പണിഷ്മെന്റ് കൊടുക്കുക, ഒരിക്കലും പുറത്ത് കിടക്കാത്ത. ഇവൻ പുറത്ത് കിടന്നാൽ ഇത് നാശമല്ലേ സാറേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിലേക്ക് അവൻ ആളെ കൂട്ടിയാൽ ഒരു കാര്യം ഉറപ്പാണ്, അവൻ ആളെ കൂട്ടാൻ ചെന്നാൽ വിശ്വസ്തയോടെ ഏത് മനുഷ്യനെ അവനെ വിശ്വസിക്കും? ഇവനാണ് ഇസ്ലാമെങ്കിൽ അവനെ ആർക്ക് വേണ്ടി വരും? ഈ സമൂഹത്തിൽ ആരാണോ തെറ്റി നടക്കുമല്ലോ. ഇപ്പം കാര്യം ആലോചിക്കേണ്ട ഇതാണ്, ഈ മാതിരി കൊലപാതകികളെ, അക്രമികളെ, കള്ളന്മാരെ, കൊള്ളക്കാരെ കൂട്ടത്തിൽ അവർക്കൊരു കവറിങ് ആയിരിക്കും സാർ. പലപ്പോഴും ഇതിനെ ആളെ കൂട്ടാനും ഗ്യാങ് ഉണ്ടാക്കാനും ഒരു പക്ഷേ പലതരത്തിൽ അങ്ങനെയും പറ്റിക്കാലോ. മതം മാറ്റം ചെയ്യുന്നത് ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്ന വലിയ പുണ്യകാര്യമാണ്. അതുകൊണ്ട് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പണക്കാരോട് കാശ് സംഘടിപ്പിക്കാൻ പറ്റുമല്ലോ. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നൊക്കെ പണം കിട്ടും. ഇതൊരു ക്രിമിനൽ പ്രവർത്തനമാണ് എന്ന കാര്യം വളരെ ഉറപ്പാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ക്രിമിനലുകൾ ചെയ്യേണ്ട ഒരു പണിയല്ല മതപ്രചാരണം. അതുകൊണ്ട് ക്രിമിനലുകളെ ഈ മാതിരി പണി ഏൽപ്പിച്ചവൻ ആരായാലും അവനെ കണ്ടെത്തേണ്ടത്. ഇത് NIA ഏറ്റെടുത്തിട്ടുണ്ടോ ഈ കേസ്? ഇല്ല, ഏറ്റെടുത്തിട്ടില്ല. ഇത് പോലീസ് സ്റ്റേഷനിലേ വന്നിട്ടുള്ളൂ. ഇതിപ്പോ മധ്യപ്രദേശിൽ ഒരു മൗലാനയും കൂടി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇതൊരു ഗാങ് ആണ് എന്ന് എനിക്കൊരു സംശയം വന്നത്. ഉണ്ടാവാം സാറേ. ഇതിന്റെ പിന്നിൽ ഇപ്പൊ മതപരിവർത്തനത്തിന് വലിയ ലോബികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് വിദേശത്ത് നിന്ന് വലിയ തോതിൽ പണം വരുന്നുണ്ട്. അത് ഇന്ത്യയിലെ ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലേക്കും ധാരാളം പണം വരുന്നത് നമ്മൾ പലപ്പോഴും കണ്ടതാണ്, നമ്മൾ തന്നെ പലപ്പോഴും ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഇതിന്റെ ഒരു ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സൈഡ് എന്താന്ന് വെച്ചാൽ, സമൂഹത്തിൽ നല്ല പിള്ള ചമഞ്ഞ് കൊള്ളാവുന്ന പദവികളും നല്ല വസ്ത്രവും ധരിച്ച് നല്ല സ്വഭാവത്തോടെ ജീവിക്കുന്ന ഒരാളല്ല. കള്ളപ്പണം, ഇത്തരത്തിലുള്ള കേസ്, റിയൽ എസ്റ്റേറ്റ് കേസ്, അത് പറഞ്ഞിട്ട് ഇവരെ പറ്റിക്കാൻ ചെന്നാണല്ലോ. പണം പിടുങ്ങാൻ ചെല്ലുക, മാനഭംഗപ്പെടുത്താൻ ചെല്ലുക, കൂട്ടത്തിൽ പിടിച്ചു വലിച്ചിട്ട് മതം കൂടി ചൊല്ലിക്കൊടുക്കുക. എന്നിട്ട് ഇവൻ ചൊല്ലിക്കൊടുക്കുക, അവൻ തന്നെ ഡിക്ലെയർ ചെയ്യുക, ഞാൻ ചൊല്ലി തന്നിരിക്കുന്നു, നീ ഇസ്ലാമായിരിക്കുന്നു. ഒന്നുകിൽ ഇവന് ഭ്രാന്താണ്, അല്ലെങ്കിൽ അവൻ കൊടിയ ക്രിമിനലാണ്. ഈ രണ്ടും ചേർന്ന കൂട്ടരാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇയാൾ ക്രിമിനലാണ്. കാരണം ഇയാൾ പൈസ വസൂലാക്കിയിട്ടുണ്ട്, വീഡിയോകൾ അയച്ച് ബ്ലാക്ക് മെയിൽ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ആത്മാർത്ഥമായിട്ടാണെങ്കിൽ സാറേ, എപ്പോഴാണ് ഇപ്പൊ നമ്മളിപ്പോ നാട്ടിൽ മിഷണറി പ്രവർത്തനം നടത്തുന്നുണ്ടല്ലോ, പലരും നടത്തുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമൊക്കെ നടത്തുന്നുണ്ട്. അവർ നടത്തുന്ന എപ്പോഴാ? മനുഷ്യൻ രോഗം പിടിക്കുമ്പോൾ അവര് മരുന്നായിട്ട് ചെല്ലും, കക്കൂസില്ലാത്തവന് കക്കൂസായിട്ട് ചെല്ലും, അല്ലേ? ഭക്ഷണമില്ലാത്തവന് അന്നമായിട്ട് ചെല്ലും, വീടില്ലാത്തവന് വീടായിട്ട് ചെല്ലും. ഇതെല്ലാം കഴിഞ്ഞിട്ട് സാമാന്യം അവരെ കണ്ട ദൈവത്തിന് തുല്യമായിട്ട് വണങ്ങുന്ന ഒരു സമയത്ത് അടുത്ത ഞായറാഴ്ച നമ്മുടെ പള്ളിയിലൊന്ന് വരണട്ടോ എന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിലെ ഈ സാമ്പ്രദായികമായ. പക്ഷെ അതിന് പോയാൽ പോലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇവന്റെ ആവശ്യങ്ങളിൽ അവൻ ദൈവത്തിന് തുല്യം, ദൈവത്തിന്റെ ദൂതനായി. ഈ ഗാങ് കരുതുന്നത് ശാരീരികമായിട്ട് കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ മതം മാറ്റത്തിന് അവർ വഴങ്ങും എന്നാണ് കരുതുന്നത്. അത് ഈ ഭീകരവാദികളുടെ രീതിയാണ് സർ. നമ്മള് താലിബാന്റെ ഒക്കെ രീതി അതാണ്. അതെ, നമ്മള് സിറിയയുടെ കഥകളിലും ഒക്കെ അങ്ങനെ ധാരാളം വായിച്ചിട്ടുണ്ട്. ആ ബ്രിട്ടനിൽ നിന്ന് പോയ ഒരു 15 വയസ്സുകാരി കുട്ടിയുടെ ഭീകരമായ ഒരു കഥയില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇത് ഭീകരവാദത്തിന്റെ ഒരു മോഡലാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഭീകരവാദമായിട്ട് തന്നെ കാണണം, രാജ്യദ്രോഹ പ്രവർത്തനമായിട്ട് കാണണം, അത് ഏറ്റവും വലിയ ക്രൈമായിട്ടും കാണണം. എല്ലാ ക്രൈമും തികഞ്ഞ ഒരു കൂട്ടരാണ് ഇപ്പോൾ ഈ മതപരിവർത്തനം നടത്തുന്നത്. അവനെ പിന്നെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. അവനെ ആ രീതിയിൽ തന്നെ രാജ്യം കൈകാര്യം ചെയ്യണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.